ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ SIT അന്വേഷണത്തിൽ ആശങ്കയറിയിക്കുകയാണ് WCC. സ്വകാര്യത മാനിക്കണമെന്നും അതീവ രഹസ്യമായി നൽകിയ മൊഴികൾ പുറത്തു വരരുതെന്നുമാണ് അവരുടെ ആവശ്യം. പലരും മൊഴി നൽകിയത് സ്വകാര്യത ഉറപ്പുവരുത്തിയാണ്. മൊഴി നൽകിയവർക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണമെന്നും ആവശ്യമുണ്ട്. വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, WCCക്ക് SITയിൽ ഒരു ആശങ്കയുണ്ടല്ലേ? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ SIT അന്വേഷണത്തിൽ നിയമ നടപടികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ WCCക്കുള്ളത്. ഈ ഹേമ കമ്മിറ്റി യഥാർത്ഥത്തിൽ ഈ WCCയുടെ ഒരു കുഞ്ഞാണ്, WCCയുടെ ഒരു പ്രോഡക്റ്റാണ്. WCC ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഹേമ കമ്മിറ്റി നിയമിക്കപ്പെടുന്നത്. ഹേമ കമ്മിറ്റിയിൽ പല നടിമാരും മൊഴി നൽകിയത് പോലും WCC നൽകിയ ആത്മവിശ്വാസത്തിൻ്റെയും ഉറപ്പിൻ്റെയും ബലത്തിലാണ്. WCC ആവശ്യപ്പെട്ട പ്രകാരം തന്നെയാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടും പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിവരാവകാശ പ്രവർത്തകനാണ് ആദ്യം റിട്ട് കൊടുക്കുന്നതെങ്കിലും അതിൽ പിന്നീട് WCCയും ഭാഗമായി WCCയുടെ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ നടപടി ഉണ്ടാവുകയും ചെയ്യുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി തുടക്കത്തിൽ ഉദ്ദേശിച്ചിരുന്നത് ഇതൊരു സ്ട്രക്ചറൽ ചേഞ്ചിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു. സിനിമയ്ക്കകത്ത് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ, ലിംഗപരമായ വിവേചനങ്ങൾ, അവരുടെ ദയനീയമായ അവസ്ഥ, പല കാര്യങ്ങൾക്കും മൂളേണ്ട ഒരു സാഹചര്യം, ഇതിലൊക്കെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാവുക, വ്യവസ്ഥാപിതമായ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. അതിൽ ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് സർക്കാർ തലത്തിലുണ്ടായിരിക്കുന്ന ഒരു നടപടി. വ്യവസ്ഥാപിതമായ മാറ്റം ഉണ്ടാവേണ്ടത് സിനിമയ്ക്കകത്താണ്, അതൊരു ഭാഗത്ത് സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ ഈ മൊഴി നൽകിയ സിനിമാ താരങ്ങളെ, പ്രത്യേകിച്ച് പ്രമുഖ നടന്മാർക്കൊക്കെ എതിരെ മൊഴി നൽകിയ സിനിമാ താരങ്ങളെ വിളിച്ചു വരുത്തുകയും അവരുടെ മൊഴി പരിശോധിക്കുകയും ആ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും അത് നിയമ നടപടികളിലേക്കും വിചാരണയിലേക്കും ഒക്കെ പോകുമ്പോൾ ഈ മൊഴി നൽകിയ നടിമാരുടെയും സ്ത്രീകളുടെയും ഒക്കെ ഇൻ്റഗ്രിറ്റിയെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വകാര്യതയെ ലംഘിക്കുന്ന രീതിയിലേക്ക് പോകരുത്. പ്രത്യേകിച്ച് ഒരു അന്വേഷണ സംഘത്തിൽ പല ആളുകൾ ഉൾപ്പെടുന്ന അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘം ഈ മൊഴികൾ കൈകാര്യം ചെയ്യുമ്പോൾ, അത് മാധ്യമങ്ങളിൽ വാർത്തയായി വരുമ്പോൾ, അത് പൊതു സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ മൊഴി നൽകിയ സ്ത്രീകൾ വല്ലാതെ മെൻ്റൽ ട്രോമയിലേക്കും പോകും. അതുകൊണ്ട് ഈ മൊഴി പുറത്തു വരുത്തുന്ന രീതിയിലേക്ക് ഒരു അന്വേഷണം പോകരുത് എന്ന് ഈ WCC ആഗ്രഹിക്കുന്നുണ്ട്. മാത്രവുമല്ല, WCCക്ക് അകത്ത് ഈ കാര്യത്തിൽ അവർ പറയുന്നത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുമ്പോഴും സ്വകാര്യത മാനിക്കണം എന്ന കാര്യത്തിലാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് WCCക്ക് അകത്ത് തന്നെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്വകാര്യതയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അവർ ഏതെങ്കിലും തരത്തിലൊരു നിയമ നടപടിക്കുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടല്ല കാണുന്നത്. പകരം മലയാള ചലച്ചിത്ര മേഖലയിൽ വരേണ്ട വലിയ അടിച്ചുപണികൾക്കുള്ള ഒരു തുടക്കം, അതാവണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിനൊരു ബ്ലൂ പ്രിന്റ് എന്ന അർത്ഥത്തിലാണ് ഈ WCC അതിനെ കാണുന്നതെന്ന് തോന്നുന്നു. ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ പോയോ പോലീസിൽ കേസ് കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഇത് നേരിട്ട് ചെയ്യാമല്ലോ. എക്സാക്ട്ലി. അതുകൊണ്ട് WCCയുടെ നിലപാട് അതായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും അതാണ് WCC ഇക്കാര്യത്തിൽ പറയുന്നൊരു നിലപാട്. അവർ പറയുന്നത് ഇതൊരു മൊഴിയല്ല, ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ നൽകിയതൊന്നും തന്നെ മൊഴിയായിട്ടല്ല, അതൊരു പ്രസ്താവനയായിരുന്നു. ഇപ്പോൾ ഓരോ നടിമാരും അവർക്ക് സിനിമാ സെറ്റിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അതൊരു നിയമ നടപടി ഉണ്ടായി ആ നടനെതിരെ അല്ലെങ്കിൽ സംവിധായകനെതിരെ അവരെ പിടിച്ച് ജയിലിലടയ്ക്കുക എന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല WCC അംഗങ്ങളോ അല്ലെങ്കിൽ ഇതിൽ മൊഴി നൽകിയിട്ടുള്ള ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പായി ഹാജരായിട്ടുള്ള നടിമാരൊന്നും ചെയ്തിട്ടുള്ളത്. അവരുദ്ദേശിച്ചിട്ടുള്ളത് നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോലെ, ഈ ഒരു സ്ട്രക്ചറൽ ചേഞ്ചാണ്, ഒരു വ്യവസ്ഥാപിതമായ മാറ്റം സിനിമയ്ക്കകത്തുണ്ടാവണം, സിനിമാ മേഖലയിൽ ഒരു അഴിച്ചുപടി നടക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സർക്കാർ ചെയ്യുന്ന പോലെ അതൊരു നിയമ നടപടിയിലേക്ക് പോകുന്നതിനെ ഒരു വിഭാഗം ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ WCCക്ക് അകത്ത് തന്നെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് നിയമ നടപടിയിലേക്ക് പോകട്ടെ എന്ന് തന്നെയാണ്. കാരണം ഇങ്ങനെ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ നിയമപരമായ നടപടികൾ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ അതിൽ സ്വകാര്യത ലംഘനം ഉണ്ടാകുമെന്ന ആശങ്ക വലിയ തോതിൽ ഈ കൂട്ടത്തിൽ തന്നെയുള്ള ഈ WCCക്ക് അകത്ത് തന്നെയുള്ള ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതാണ് WCCക്ക് അകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ ഉണ്ടാകുന്ന ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആശയക്കുഴപ്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. താങ്ക് യു VS രഞ്ജിത്ത്.